എന്താണ് പറയണ്ടത്? ഫുൾ കുറച്ചേരായി ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ എവിടെയാണ് പോകുന്നത്? NMR ബിരിയാണി പാലക്കാട്. ഞാനിവിടെയും പോവാൻ കറന്റ് പ്ലാൻ ഇല്ല, പക്ഷെ എവിടെയെങ്കിലൊക്കെ പോവും, പോകുന്നിടത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കും. അതാണല്ലോ പരിപാടി. പാലക്കാട് ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഫുഡ് അടിക്കാൻ പോണം. ഉച്ചക്ക് NMR ബിരിയാണി. പാലക്കാട് വന്നാൽ NMR കഴിക്കാതെ ഞങ്ങൾ അധികവും പോവാറില്ല. അതൊരു മസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ NMR പോയിട്ട് ബിരിയാണി കഴിക്കാം. അത് കറക്റ്റ് മാത്രം കുറച്ച് നമ്മുടെ വേസ്റ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളത് എവിടെയെങ്കിലും വഴിയിൽ വെറുതെ കളയാതെ ഡസ്റ്റ്ബിന്നിലോ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് കളയാം. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ പോലെ. വെള്ളത്തിന്റെ കംപ്ലൈന്റ് ഉള്ളതല്ലേ? നോക്കൂ നമ്മള് പോവല്ലേ? ആരെങ്കിലും ഒരാള് ബാഗ് എടുക്കാൻ കാത്തിരിക്കാൻ. കേരളത്തില് കുട്ടികൾക്ക് വേഗം കല്യാണം പ്രായം കുറവ്. അടുത്തത് വാമല. അവിടെ അല്ലേ ഫിലിമൊക്കെ മല ടെമ്പിളും മലയുടെ മേലെ പേര് സിനിമയിലുണ്ട്. രാമായണം സിനിമയിലുണ്ട്. ചെറിയൊരു മഴയുടെ ഒരു അങ്ങനത്തെ ഒരു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. കിട്ടിയാൽ നല്ലതായിരിക്കും. അടിപൊളിയായിരിക്കും. മഴയില്ല നമുക്ക് പോയൊക്കെ തന്നെ. എന്തായാലും ഇപ്പൊ വെയിലൊക്കെ മാറി നല്ലൊരു കംഫർട്ടബിൾ അന്തരീക്ഷമായിരിക്കും. നമ്മള് വഴി തെറ്റി വേറെ എവിടെയോ എത്തി.
എത്തിയപ്പോൾ ഇവിടെ കുറേ വണ്ടി അങ്ങോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വഴിയിൽ നിർത്തി. പക്ഷേ നമുക്ക് പോകേണ്ട സ്ഥലം അതല്ലായിരുന്നു. ചുമ്മാ നമ്മൾ വഴിയിൽ വണ്ടി നിർത്തി കുറേ ദൂരം നടന്ന്, അത് ഏതോ അമ്പലമോ എന്തോ അവിടെ എന്തോ ഉത്സവം എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. നമുക്ക് പോകേണ്ട സ്ഥലം അതാണ്. നമുക്ക് പോകേണ്ട സ്ഥലം എന്തായാലും ഒരു നടത്തം കിട്ടി. ഇനി ആ മലയുടെ മേലേക്ക് എങ്ങനെ എത്താന്നുള്ള വഴി കണ്ടുപിടിച്ച് അങ്ങോട്ടൊരു നടത്തം കൂടെ ഉണ്ടാവും. പോയേക്കാം. ഐസ് നമുക്ക് വീണ്ടും വഴി തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 300 മീറ്റർ കഴിയുമ്പോൾ ഒന്നുകൂടെ ചോദിക്കാം. 300 മീറ്റർ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വഴി ചോദിക്കാനല്ലേ? ശരിയുണ്ടോ? അങ്ങനെ എത്തിയില്ലേ? വഴി തെറ്റി അവസാനം കണ്ടുപിടിച്ചു. പക്ഷെ ഇതല്ല കേട്ടോ, നമ്മൾ അന്ന് റോട്ടിൽ നിന്ന് കണ്ടത് ഇതല്ല. അത് ആ അമ്പലം തന്നെയാ. നേരത്തെ എടുത്തില്ലേ, അതാ പോണ്ടെന്നും പറഞ്ഞിട്ട് ഈ ബ്ലൂ കളർ അതന്നെ അന്ന് റോട്ടിൽ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മഴ പെയ്ത് തോർന്നിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ പാറയൊക്കെ നനഞ്ഞു, നല്ലൊരു അടിപൊളി ഫീലായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ കുറേ ഭാഗത്തൊക്കെ കോട ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ ചുറ്റും നമുക്ക് മലകളാണ് കാണാനുള്ളത്. 360 ഡിഗ്രി വ്യൂവിൽ മലകളാണ്. പിന്നെ ഒരു സൈഡൊക്കെ പാടമൊക്കെ കാണാനുണ്ട്. ആ മലയിലൊക്കെ നല്ലപോലെ മഴ പെയ്ത് കഴിഞ്ഞതുകൊണ്ട് ക്ലൗഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഹനുമാൻ പാദം എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പാറയുടെ ഭാഗത്ത്. എന്താണ് അതിന്റെ ഐതിഹ്യം എന്നുള്ളത് കറക്റ്റ് അറിയില്ല. എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കട്ടെ. എവിടെയെങ്കിലും ചോദിക്കേണ്ടി വരും എന്താണ് അതിന്റെ ഐതിഹ്യം എന്നുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ചുറ്റും നമുക്കൊരു 360 ഡിഗ്രിയിൽ നല്ല അടിപൊളി വ്യൂസാണ്. അപ്പോൾ ചുറ്റും പാറയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സൈഡിൽ വാഗ പൂത്ത് നിൽക്കുന്നത് കാണാം, ഒരു സൈഡിൽ മുഴുവൻ പാടമാണ്, അതിനപ്പുറം കുറേ തെങ്ങുകളും, അതിൻ്റെ അപ്പുറം നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളാണെന്ന് തോന്നുന്നു. പിന്നെ ബാക്ക് സൈഡിലൊരു വാട്ടർ ടാങ്കും ഉണ്ട്. അത് ആ കാണുന്നതാണ്
നെല്ലിയാമ്പതി മലനിരകൾ. എനിക്ക് തോന്നുന്നു കൊല്ലംകോടിൻ്റെ ഭാഗങ്ങളാണ് അതൊക്കെ എന്ന് തോന്നുന്നു. അവിടെ ദൂരെ വേറൊരു ടെമ്പിളും കൂടെ ഉണ്ട്, ഒരു മലയുടെ മുകളിൽ. എങ്ങനെ? ആ ഇതിനെ അത് ശ്രദ്ധിച്ചില്ലല്ലോ നമ്മളാരും. എന്താ അടിക്കാണ്ട് ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ് ഫുൾ അങ്ങോട്ട് കത്തി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാലക്കാട് ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം കൂടെ ഇരുന്നിട്ട് പോകാനാണ് താല്പര്യം. കാരണം അത്രയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ഭയങ്കര രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. അപ്പോൾ ആ ഒരു കാം ഫീൽ തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളിലേക്ക് പിന്നെ മിന്നൽ